പെറ്റമ്മയുടെ മനസ്സും അവരുടെ ഉള്ളിലെ സ്നേഹവും നിനക്കറിയില്ല. അത് നീ അറിയണമെങ്കിൽ നീ ഒരമ്മയാവണം. അമ്മയാകാനുള്ള ഭാഗ്യം നിങ്ങളല്ലേ ഇല്ലാതാക്കിയത്? എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് നിങ്ങളല്ലേ? അതേടി, ഈ സ്ത്രീ പറയുന്ന കേട്ട് നീ ഇങ്ങനെ തന്നെ പറഞ്ഞു. ഞാനായിട്ട് നിന്നെ പ്രാവില്ല, പക്ഷെ നീയായിട്ട് ശാപം പിടിച്ചു വാങ്ങും. മതി പ്രസംഗിച്ചത്. എന്റെ കുഞ്ഞിനെയും കൊന്നു, ഈ വീട് നിങ്ങൾ തിരിച്ചു പിടിച്ചു. എടാ, ഞങ്ങൾ ഈ വീടേ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. ശ്രീ, ഒരമ്മയുടെ സ്നേഹവും കരുതലും ഇല്ലാതെ വളർന്നു വളഞ്ഞാൻ ഞാൻ രാധമ്മയെ കണ്ട നാളെ മുതൽ ഒരു കടലോളം സ്നേഹം രാധം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഈ പാവം പെറ്റമ്മ നിങ്ങൾ 3 പേരെയും എത്രത്തോളം സ്നേഹിച്ചു കാണും? അതൊന്നും ഒരു നിമിഷം കൊണ്ട് നീ മറക്കരുത്. മതിയടി, അവളുടെ ഒരു അമ്മായിയമ്മ. ഇവരെനിക്ക് അമ്മായിയമ്മല്ല ശ്രീ, പെറ്റമ്മ തന്നെ. ഹരീഷേ, നീ നിന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കോ. ഇതേ എന്റെ വീടാ. നീ മര്യാദകേട് ചെയ്താലും എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങ്, അവര് ജയിക്കട്ടെ. നീയൊക്കെ ചെവി നുള്ളിക്കോടാ. ഇതിനൊക്കെ പകരം ചോദിച്ചില്ലെങ്കിലേ ഞാൻ രുക്മിണിയല്ല. വാടാ, നിക്ക്. ഇത് നിങ്ങൾ നടത്തിയ ഗെയിമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ കൂടെ ആരൊക്കെ ഇതിനകത്തുണ്ടെന്നും എനിക്കറിയാം. എല്ലാം ഞങ്ങൾ ഒരു ദിവസം തെളിയിക്കും. അന്ന് രുക്മിണി നിങ്ങൾ ജയിലിലായിരിക്കും. സൂക്ഷിച്ച് നടന്നോ. ഹരീഷേ, നിന്റെ അമ്മയിൽ നിന്നെ നിന്റെ ഭാര്യയെ നീ സൂക്ഷിച്ചോ.